റാംബോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എന്നെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ വന്ന ഞാൻ. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആണായി പറഞ്ഞ ഷാജാൻ തന്നെയാണ് തുപ്പിന്റെ വീടിന്റെ മുന്നിലുള്ളത്. ഞാനും ഉണ്ട്. നിങ്ങളായിട്ട് എനിക്കിപ്പോ ലവറിനെ ഉണ്ടാക്കൂ, എന്നെ ലവറിനെ തേടി കണ്ടുപിടിക്കൂ, എന്റെ കല്യാണം നടത്തൂ, അതിന്റെ ഒന്നും ആവശ്യം. അങ്ങനെ നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടും ഷാജഹാൻ ചായും കൂടി തൊപ്പിയെയും ഗാംഗിനെയും തല്ലാൻ വേണ്ടി തൊപ്പിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തൊപ്പിയും ഷാജഹാൻ ചായും തമ്മിലുള്ള വിഷയം എന്താണ്, സംഭവം എന്താണ്, ഏതാണെന്നൊക്കെ കുറെ ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ഷാജഹാൻ മെഹറിനോട് നിന്റെയും തൊപ്പിയുടെയും കല്യാണത്തിന് എന്റെ വക ഒരു പവന് സ്വർണം തരുമെന്ന് ഓൺലൈൻ മീഡിയകൾക്ക് മുന്നിൽ പബ്ലിക്കായി പറഞ്ഞത് തൊട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം. തൊപ്പിയും മെഹറും എല്ലാം ഒന്ന് ഒതുക്കി വരികയായിരുന്നു. പ്രപ്പോസലും വീഡിയോ ഒക്കെ ആയിട്ട് മെഹറിന് ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അറിയാലോ, ഈ അടുത്ത കാലത്ത് ഫോളോവേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം തൊപ്പി മെഹറിനെ ഓൺലൈനായി പ്രപ്പോസ് ചെയ്യുകയും പിന്നീട് അതിന് സോറി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തൊപ്പിയും മെഹറിനും വെച്ചൊരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാനസികമായി മെഹർ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി വരുമ്പോഴാണ് കറക്റ്റ് സമയത്ത് ഇയാൾ വന്നിട്ട് പബ്ലിക്കായി തൊപ്പിയുടെയും മെഹറിന്റെ കല്യാണത്തിന് എന്റെ വക ഒരു പവൻ സ്വർണം എന്ന് പബ്ലിക്കായി വിളിച്ചു കൂവിയത്, അതും നീലക്കൂവിലൊക്കെ മുന്നിൽ വെച്ചിട്ട്. തൊപ്പിയും മെഹറും കല്യാണം എന്ന സംഗതിയെ കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ഇയാൾ ഇതും വിളിച്ചു കൂവി പോകുന്നത്. സംഭവം ഇയാൾ തമാശയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ ഇത് തമാശയല്ലല്ലോ. ഒരു ഗോസിപ്പിന് പുറത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് ഇയാൾ കളിച്ചത്. അതെങ്ങനെ തമാശയാകും? ഇങ്ങനെ പബ്ലിക്കായി വിളിച്ചു കൂവി പോകാൻ പറ്റിയ സംഗതിയാണ് ഇത്. എന്തായാലും നമ്മുടെ തൊപ്പിക്ക് ഇത് കണ്ടിട്ട് ഒട്ടും സഹിച്ചില്ല. താൻ കൂടി കാരണമാണല്ലോ മെഹറിന് ഇത് അനുഭവിക്കേണ്ടി വന്നത് എന്നൊരു കുറ്റബോധം തൊപ്പിക്കുണ്ടായി. തൊപ്പി എന്താക്കി ലൈവിൽ വന്നിട്ട് ഷാജഹാൻ കെയും നീലക്കൂവിന്റെയും 4 തെരങ്ങ് വിളിച്ച്. തെറിയെന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് വിളിയായിരുന്നു മെയിൻ. അങ്ങനെ ആ തെറിക്ക് പകരമായിട്ട് ഷാജഹാൻ എന്താക്കി തൊപ്പി പറഞ്ഞതിനേക്കാൾ ഡബിൾ ഡോസിൽ തെറി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചിട്ട് തീർന്നെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഷാജഹാനും പാണ്ടിക്കാട് കുഞ്ഞാനും കൂടി കൊച്ചിയിലുള്ള തൊപ്പിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. തൊപ്പിയുടെ ഗാംഗിലുണ്ടായിരുന്ന റാംബോ എന്ന് പറയുന്ന ഏതോ ഒരുത്തൻ ധൈര്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വാടാ എന്ന് ഷാജഹാനെ വെല്ലുവിളിച്ചു പോലും. അതുകൊണ്ടാണ് തൊപ്പിയുടെ വീട്ടിലേക്ക് പോയതെന്നാണ് ഷാജഹാൻ പറയുന്നത്. സംഭവം ശരിയാണ്. ആ റാംബോ എന്ന് പറയുന്ന ഒരുത്തൻ ലൈവിൽ വന്ന് വലിയ ഡയലോഗ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഈ വീടിന്റെ വാതിൽ തുറന്നിട്ടേക്ക്, ഇതിന്റെ അകത്ത് ഞാൻ കാണാം. മനസ്സിലായി? ഇന്ന് രാത്രി ഈ വീടിന്റെ വാതിൽ തുറന്നിട്ടേക്ക്, ഇതിന്റെ പുറത്ത് ഞാൻ കാണാം. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി നീ ഇതിന്റെ അകത്ത് കയറുന്നില്ല. നീ എത്ര എണ്ണത്തിനാണെങ്കിലും ഉണ്ടാക്കി. ഇവിടെ എറണാകുളം നമ്മൾ ആദ്യമായിട്ടൊന്നും നമ്മൾ ഇവിടെ മനസ്സിലായ നമുക്ക് ചെയ്യാൻ വേണം. നീ കുറെ കുറെ മറ്റേ ഒട്ടാളെ കൂട്ടി വിളിച്ചിട്ട് നീ ആരെ പേടിപ്പെടുത്താ? അതിന്റെ വീട്ടില് നിന്റെ തന്തയ്ക്ക് വിളിച്ചോളൂ. ഞാൻ ആരെങ്കിലും നിന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിച്ചാലേ. സംഭവം ചെക്കനൊരു ആവേശത്തിന് പറഞ്ഞതാണ്. 4 ആൾ കൂടി നിൽക്കുമ്പോൾ ഒരു ധൈര്യം കിട്ടല്ലോ. ആ ധൈര്യത്തിന് പുറത്തടിച്ച ഡയലോഗാണ്. ഈ വെല്ലുവിളി കേട്ട് ഷാജഹാൻക്കൊക്കെ കൊച്ചിയിലേക്ക് വണ്ടി കയറി വരുമെന്ന് നമ്മൾ വിചാരിച്ചു കാണില്ല. പക്ഷെ തലച്ചോറില്ലാത്ത ഒരുത്തനെയാണ് വെല്ലുവിളിച്ചതെന്ന് റാംബോ ഓർത്തില്ല. അങ്ങനെ അടുത്ത ദിവസം നേരം വെളുത്തു വാതിൽ തുറന്ന് നോക്കുമ്പോൾ കിടക്കുന്ന മുറ്റത്ത് നല്ല 2 ഫ്രഷ് കാക്കകൾ, നമ്മുടെ ഷാജഹാൻ കാക്കയും കുഞ്ഞാൻ കാക്കയും. എന്താണ് ഷാജഹാൻ തൊപ്പിയുടെ വീട്ടിൽ പോയ വീഡിയോ ഒന്ന് കണ്ടോക്കാം. റാംബോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എന്നെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ വന്ന ഞാൻ. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആണായി പറഞ്ഞ ഷാജാൻ തന്നെയാണ് തുപ്പിന്റെ വീടിന്റെ മുന്നിലുള്ളത്. ഞാനും ഉണ്ട്. ആണുങ്ങളിൽ ആണായ കടയാടി ഷാജഹാൻ ആടാ, ഇറങ്ങി വാടാ. എന്തോന്നടെ ഇതൊക്കെ, ഇവരൊന്നും വേറെ പണിയില്ലേ? ആ തെറി പറഞ്ഞതോടെ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചതാണ്. അതിന്റെ ഇടയിലാണ് റാംബോ എന്ന് പറഞ്ഞ തലച്ചോറില്ലാത്ത ഒരുത്തൻ വെല്ലുവിളിയുമായിട്ട് ഷോ ഇറക്കിയത്. അത് കേട്ടപാടെ കുറ്റിയും പറിച്ചു പോകുന്ന വേറെ 2 പോത്തുകൾ. ഇവന്മാരൊക്കെ ഏത് യൂണിവേഴ്സിലാണോ എന്തോ. മെഹറിന്റെ പേരും പറഞ്ഞാണ് എല്ലാം തുടങ്ങിയത്. മെഹർ കഴിഞ്ഞ ദിവസം ഇതെല്ലാം നിർത്തടേ എന്നും പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടോക്കാം. 2-3 ദിവസമായിട്ട് നടക്കുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. തൊപ്പിയും ഷാജഹാനും തമ്മിലുള്ള ഇഷ്യൂ എന്റെ വീഡിയോസിന്റെ താഴെ അടക്കം വന്ന് കമന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് ഞാൻ പ്രതികരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിലൊരു ഭാഗമായി പോയി. അപ്പൊ എനിക്കതിനകത്ത് ഹേർട്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് നാള് സൂപ്പർവാവ, ഇപ്പൊ തൊപ്പി, ഇനി അടുത്തത് ആരാന്ന് പറഞ്ഞതാണ്. കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സൂപ്പർവാവ ആയിക്കോട്ടെ, തൊപ്പി ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഞങ്ങൾ എവിടെയും ഞങ്ങൾ ആരും തന്നെ നിങ്ങളോടൊത്ത് ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ലവർ ആണെന്നോ, ഇപ്പൊ തൊപ്പി എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ, വാവ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ, ഞങ്ങൾ ലവേഴ്സ് ആണെന്നോ ഞങ്ങൾ ആരും എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. തൊപ്പി ഞാൻ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം തൊപ്പിയാണെങ്കിൽ തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ഓരോ ആൾക്കാരെയും കൊണ്ടുപോയി നടക്കണ കാണുമ്പോഴല്ലോ എനിക്ക് അത്ര റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങളായിട്ട് എനിക്കിപ്പോ ലവറിനെ ഉണ്ടാക്കൂ, എന്നെ ലവറിനെ തേടി കണ്ടുപിടിക്കൂ, എന്റെ കല്യാണം നടത്തൂ, അതിന്റെ ഒന്നും ആവശ്യമില്ല. സമയമാകുമ്പോൾ എന്റെ വീട്ടുകാർ എനിക്കൊരാൾ കണ്ടുപിടിച്ച് തരും. അപ്പം അത് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കേണ്ട ആൾക്കാർ ആരെയാന്ന് വെച്ചാൽ ഞാൻ കല്യാണം വിളിക്കും. അത് നമ്മൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യും. അപ്പോൾ അറിഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇത് സോഷ്യൽ മീഡിയ ആണ്, ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വയം ഇങ്ങനെ കൊച്ചാവാൻ നിൽക്കല്ലേ. ഇവിടെ വെച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. കാരണം ഷാജഹാന്റെ ഭാഗം പറഞ്ഞു, തൊപ്പിയുടെ ഭാഗം പറഞ്ഞു. അപ്പൊ നമുക്കിത് ഞാൻ എന്റെ ഭാഗവും പറഞ്ഞു. ഞങ്ങൾ 3 പേരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഞങ്ങൾ 3 ആളും ഈ ഒരു കാര്യത്തിൽ വന്ന് സംസാരിച്ചു. ഇനിയും ആളുകൾ
ആളുകൾ ഇത് റിയാക്ട് ചെയ്ത് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത് വെറുതെ എന്തിനാ? നമുക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, മേയർ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വെറുതെ ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് സ്വയം കൊച്ചാവാൻ നിൽക്കണം. എന്റെ പൊന്ന് ഷാജഹാൻ, ഇതെല്ലാം തുടങ്ങി വെച്ചത് നീയാണ്. ഒരു ആവശ്യവുമില്ലാതെ നീയാണ് മേയറിന്റെ അടുത്ത് പോയി കല്യാണക്കാരൻ പറഞ്ഞത്. അത് മാത്രമല്ല, കുറെ കാലമായിട്ട് സൂപ്പർവാവ് എന്ന് പറഞ്ഞ ഒരുത്തന്റെ കൂടെയായിരുന്നു, ഇപ്പൊ തൊപ്പിന്റെ കൂടെയാണ് അല്ലേ എന്നും കൂടി നീ മെഹറിനോട് ചോദിച്ചു. നിന്റെ ഈ ചോദ്യത്തിനും കയ്യിലിരിപ്പിനും മെഹറിന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടാഞ്ഞത് ഭാഗ്യം. പകരം തൊപ്പിന്റെ കയ്യിൽ നിന്ന് നീ നല്ല തെറി കേട്ടു. ആ തെറി നീ അർഹിച്ചിരുന്നു. പക്ഷെ തൊപ്പി നിന്റെ തന്തയ്ക്ക് വിളിച്ചത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിന് പകരമായിട്ട് ഡബിൾ തെറിയും നീ വിളിച്ചല്ലോ. അത് അവിടെ നിർത്താനുള്ളതിന് പകരം ഏതോ ഒരു റാംബോ എന്ന് പറയുന്ന ഒരുത്തൻ വെല്ലു വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് കയറി ചെല്ലണ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ നിന്റെ കാര്യം. സത്യം പറയാലോ, നീ മാസാവാൻ വേണ്ടിയിട്ടായിരിക്കും നീ അങ്ങോട്ട് പോയത്. പക്ഷെ സംഭവം കോമഡി ആയിക്കണ്. എന്തായാലും ഷാജഹാൻ കൈയോട് പട്ടിച്ചോടെ ബാക്കി ഭാഗം കൂടി കണ്ടോക്കാം. റാമ്പ നില പറഞ്ഞോ, ഡോറ് തുറന്ന് വെച്ചുണു, ഇന്നെ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കാനാണ് കാണിച്ചു കൊടുക്കാൻ തന്നെ വന്നത്. അത് ശരി, എന്റെ ഹൈറ്റും വെയിറ്റും കാണിച്ചു കൊടുക്കാനാണ് ഞാൻ വന്നത് എന്നൊക്കെയാണ് ഷാജഹാൻ പറയുന്നത്. ഇതെന്താ വല്ല ബോഡി ഷോ മത്സരം എങ്ങനെ നടക്കുന്നുണ്ട് അവിടെ? അത് ഇയാള് പെണ്ണ് കാണാൻ ചെന്നതാണ് ഹൈറ്റും വെയിറ്റും ഒക്കെ കാണിച്ചു കൊടുക്കാൻ? അല്ലെങ്കിൽ ഇതിലൊക്കെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ടാപ്പ് എടുത്ത് നടന്നാൽ ഹൈറ്റ് കിട്ടും. ഇനി വെയിറ്റ് വെക്കാനും വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഇത് രണ്ടും കൂടി നോക്കിയിട്ട് ആ റാമോക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ബാക്കി നോക്കാം. വാതിലടിച്ചാലും എനിക്ക് വിഷയമുള്ള കേസല്ല കേട്ടാ. അവിടെ ഉണ്ട് തൊപ്പിന്റെ വെല്ലുവിളി സ്വീകരിച്ചാണ്ട് രാത്രി 1 മണിക്കല്ല നമ്മൾ പോന്ന്. 1 മണിക്ക് ഒന്നലെ ഞങ്ങളെ ലൈവിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അതിനില്ല ഒറ്റം വരെ. എന്നാലും ആ റാംബോ എന്ന് പറയുന്നതിന് എവിടെ പോയി വിളിച്ചിരിക്കുകയാണോ എന്തോ? വേറെ ഏതോ ഒരുത്തനാണ് ഇറങ്ങി വന്നത് സംസാരിച്ചതൊക്കെ. 4 ആളൊപ്പം ഉണ്ടെന്ന് വിചാരിച്ച് വെറുതെ എന്തെങ്കിലും വന്ന് വെല്ലുവിളിക്കാൻ നിൽക്കരുത് മോനെ. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. അല്ല, ഒരു കണക്കിന് ഇറങ്ങി ചെല്ലാത്തത് നന്നായി. എല്ലാം ഒരേ സൈസ് ടീമാണ്. അലമ്പാകും, ആകെ വിഷയമാകും, പിന്നെ പിടിച്ചാൽ കിട്ടാത്ത സംഭവമായിട്ട് മാറും. വെല്ലുവിളിയൊക്കെ നടത്തുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ ഈഗോയുടെ പുറത്ത് തുടങ്ങുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് വലിയ വലിയ കയ്യാങ്കളിയിലേക്കും കൊലപാതകങ്ങളിലേക്കും ഒക്കെ ചെന്ന് അവസാനിക്കാറുള്ളത്. എന്തായാലും വീടിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനുള്ള ബുദ്ധിയെങ്കിലും ഷാജഹാനും കുഞ്ഞാനും കാണിച്ചല്ലോ. നല്ല കാര്യം. അല്ല, അഥവാ വീട്ടിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ കേസ് മാറിയേനെ. അതവർക്ക് അറിയുന്നുണ്ടാകും. ബാക്കി നോക്കാം. മറ്റേ എന്താ റാംബോ അല്ലേ? റാംബോ റാംബോ എന്ന് പറഞ്ഞ യുദ്ധം നമ്മളെന്നലെ വെല്ലുവിളിച്ചു. ഡോറ് തുറന്ന് വെച്ചിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരാള് വന്നുകാണ്ട് ഡോർ അടിച്ചുകാണ്ട് പോയി ഉറങ്ങാണത്രേ. പേടിച്ചേ മുട്ടുകാല് പറിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് പറക്കൂല മക്കളെ. എന്റെ വാപ്പാക്ക് വിളിച്ചുകൊണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാനും മോന്റെ വീട്ടിൽ ചെല്ലാനും ഞാൻ റെഡിയാണ്. ഏത് അറ്റം പോകാനും റെഡിയാണ്. ഏത് കോടതിയിലായിക്കോട്ടെ മരിക്കാനും ഞാൻ റെഡിയാണ്. എനിക്കൊരു പുല്ലും വരാല്ല. ഇനിയും വെല്ലു വിളിച്ചോ? ഇനിയിപ്പോ ചിലപ്പോ പറയും ഞാൻ വീടിന്റെ ഉള്ളിൽ ഇയ്യേനോന്ന്. 1 മണിക്ക് ഒന്നലെ ഞങ്ങളെ ലൈവിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അതിനില്ല ഒറ്റം വരെ വല്ല. എന്നിട്ട് ആ ഏതൊരു പുതിയ സിനിമന്റെ ഇതിനും വന്നാണ്ട് അയച്ചാളെ ഊക്കിയാണ്ടോ മുട്ടും. പക്ഷെ തൊപ്പി എന്നോട് പറയാണ് ഇനി പറയണം ഞങ്ങൾ കൊച്ചിയിൽ. ഇനിയും വെല്ലു വിളിച്ചോ? ഇനിയിപ്പോ ചിലപ്പോ പറയും ഞാൻ വീടിന്റെ ഉള്ളിൽ ഇയ്യേനോന്ന്. കുഴപ്പമില്ല, വീടിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോ വിളിച്ചോ. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങട്ടാ വരണ്ടേന്ന് പറഞ്ഞോ, ഞങ്ങൾ വരും. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ രാത്രി ഞങ്ങൾ വണ്ടി എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ വരും ചെയ്യും. ഞമ്മക്കടെ അന്റെ അടുത്തേക്ക് വരാനേ കുറെ ജാതക്കുള്ള ആൾക്കാരൊന്നും വേണ്ട, ഞമ്മളെന്നെ മതി. ചങ്കുറപ്പുണ്ടെങ്കിലേ അന്ന അടിച്ചു വീത്താനുള്ള കൈ എനിക്കുണ്ട്. അപ്പൊ ഇതിനെതിരെ എനിക്ക് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിച്ചോ. മനസ്സിലായില്ല? എന്നാ ശരി മക്കളെ, ഓക്കെ കേട്ടോ. ഓക്കെ കാക്ക, ടാറ്റ, ബൈ ബൈ. ഇനി ഈ വഴിക്ക് വരരുത് കേട്ടോ. ഒരു അപേക്ഷയാണ്. ഇതൊന്നും കാണാൻ വയ്യ, അതുകൊണ്ടാണ്. നിങ്ങളൊരു ആൺകുട്ടിയാണെന്ന് സമ്മതിച്ചുതരാം. അതിലിപ്പോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ വേറെ ലെവലാണ്. വെല്ലുവിളി കാണിച്ച് തൊപ്പിയുടെ വീട്ടിൽ ചെല്ലാൻ ധൈര്യം കാണിച്ച ഷാജഹാൻ കാക്കയുടെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെടട്ടെ. ലോകം ഷാജഹാനെ വാഴ്ത്തട്ടെ. മതിയോ? അത് ഇനിയും വേണോ? എത്ര വേണമെങ്കിലും പൊക്കി അടിക്കട്ടോ. ദയവ് ചെയ്ത് ഇമ്മാര് പരിപാടിയും കൊണ്ട് ഇനി വരരുത്. മാസ് കാണിക്കാൻ നിന്ന് വെറുതെ സ്വയം അല്പനാവണ്ട. പിന്നെ തൊപ്പിയോടാണ്, നിന്റെ കൂടെ ഏതൊക്കെ വേട്ടാവളയന്മാരുണ്ടോ അവന്മാർ ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോരോ വള്ളിക്കേസുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് മമ്മുവായിരുന്നു, ഇപ്പൊ ഇതാ റാംബോ. ഇവന്മാർക്കൊക്കെ ഒരു കടിഞ്ഞാട് ഇടുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ പണി ഇവന്മാരുണ്ടാക്കും. വെറുതെ അതിന് നിൽക്കണ്ടല്ലോ. നിങ്ങൾ ലൈവിലൂടെ എന്റർടൈൻമെന്റ് അല്ലേ ഉദ്ദേശിക്കുന്നത്? അത് നല്ല വൃത്തിക്ക് ചെയ്താൽ പോരെ. അതിനിടയിൽ കൂടെ എന്തിനാണ് ഈ തെറിയും വെല്ലുവിളിയും ഒക്കെ? എന്തായാലും ഇനി അടുത്ത ലൈവിൽ വന്ന് ഷാജഹാന് മറുപടി കൊടുക്കാനൊന്നും നിൽക്കണ്ട. അത് വിട്ടേക്ക്. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.